So guys, 100 interior hacks in 100 days, day 15. നമ്മൾ ഓൾറെഡി ഇൻറ്റീരിയറിൻ്റെ കോർ മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ 2 ഫിനിഷസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ലാമിനേഷൻ, ഒന്ന് അക്രിലിക്. സോ ബേസിക്കലി ലാമിനേഷനിലേക്ക് വരുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? വളരെ സിമ്പിളാണ്, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ഡിസൈൻ ആൻഡ് ഷെയ്ഡ് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ലാമിനേഷൻ. നല്ല രീതിയിൽ ലോങ് ലൈഫ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ഒരുപാട് കോംപ്ലക്സ് ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എഡ്ജസ് വിസിബിൾ ആയിരിക്കും, അത് അത്രയും കൂടെ പ്രീമിയം ഫീല് കൊണ്ടുവരുന്ന ഒരു മെറ്റീരിയൽ അല്ല ലാമിനേഷൻ. സോ ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. അക്രിലിക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് ഓപ്പോസിറ്റ് ആണ്. ഹൈലി പ്രീമിയം ഫീല് കൊണ്ടുവരുന്ന ഹൈലി ഗ്ലോസി മെറ്റീരിയലാണ് അക്രിലിക്. ഗ്ലാസ്സിലേക്ക് ഫിനിഷ് നമുക്ക് കൊണ്ടുവരും, ഹൈലി മോഡേൺ ഫിനിഷാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ബേസിക്കലി സ്ക്രാച്ച് ഹൈലി അട്രാക്ട് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. ബേസിക്കലി കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പയർ ടു ലാമിനേറ്റ് വെരി കോസ്റ്റ്ലി മെറ്റീരിയലാണ്. ഇത് രണ്ടുമാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. നമുക്ക് വിനീർ PU 2 മെറ്റീരിയൽ ഉണ്ട്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്.